നിറങ്ങളുള്ളൊരു ശലഭം ഭാഗം 27. ഒരാഴ്ച അങ്ങനെ കടന്നുപോയി. ഇന്നാണ് അലി തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുന്നത്. രാവിലെ മുതൽ അവൾ ആദ്യം നോക്കിയിരിക്കുകയാണ്. അവനാണെങ്കിൽ വരുന്നുമില്ല, കോളും എടുക്കുന്നില്ല. അല്ലിക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. രാവിലെ കാണാതായപ്പോ ഉച്ചയ്ക്ക് എത്തുമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കും എത്താതായപ്പോ വൈകിട്ട് വരുമെന്ന് ഓർത്തു. ഇപ്പൊ വൈകിട്ടായതും അല്ലിക്ക് പേടിയാവാൻ തുടങ്ങി. പക്ഷെ വീട്ടിലാരെയും ഇക്കാര്യം അറിയിച്ച് ഭയപ്പെടുത്താൻ അവൾക്ക് തോന്നിയില്ല. അവള് വേഗം ഫാമിലി വിളിച്ച് കാര്യം പറഞ്ഞു. പക്ഷെ അല്ലി ഫോൺ വെച്ചതും ആദ്യത്തെ കാറ് ഗേറ്റിനകത്തേക്ക് കയറി. കാറിന്റെ ഹോൺ കേട്ടതും അല്ലിക്കാൻ വന്നെന്ന് മനസ്സിലായി. വേഗം തന്നെ സാമിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടാണ് അല്ലി താഴേക്ക് പോയത്. എന്നത്തെയും പോലെ അളിയന്മാർക്ക് ഒരുലോട് സാധനങ്ങളുമായിട്ടാണ് ആദ്യം വന്നത്. ചക്കയിൽ ഈച്ച പൊതിയുന്നത് പോലെയാണ് കണ്ണനും അപ്പവും അവനെ പൊതിഞ്ഞത്. അവന്റെ ദേഹത്ത് തൂങ്ങിയാണ് രണ്ടു ഭാഗത്തേക്ക് കയറിയത്. ചെറിയമ്മ നോക്കിയതും രണ്ടും പേടിച്ച് നിലത്തേക്ക് ഇറങ്ങി. രാവിലെ എത്തുമെന്നാണ് ഞാനും വിചാരിച്ചത്, അനിയച്ചൻ പറഞ്ഞു. രാവിലെ ഇറങ്ങിയതാണ് അച്ഛാ. പെട്ടെന്നൊരു എമർജൻസി വന്നിട്ട് ഓഫീസിൽ പോകേണ്ടി വന്നു. പിന്നെ ഒന്ന് അനങ്ങാൻ പോലും ടൈം കിട്ടിയില്ല, ആദി പറഞ്ഞു. അവന്റെ കണ്ണുകളെ ചുറ്റും മഞ്ഞ തിരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അല്ലി ആവട്ടെ അവന്റെ മുന്നിലേക്ക് വന്നതേയില്ല. കുറച്ചു കഴിഞ്ഞ് ആദിക്കുള്ള ചായയും പലഹാരവും കൊണ്ടാണ് അല്ലി വന്നത്. ആഹാ, ഇപ്പോഴാണ് വരുന്നത്. പെണ്ണിനെ നന്നായിട്ട് നോക്കിക്കോ ആദി. പിന്നെ കണ്ടില്ല നോക്കിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഇങ്ങനെ ചെറിയമ്മ കളിയായി പറഞ്ഞു. ആദി പുഞ്ചിരിയോടെ അല്ലിയുടെ കയ്യിൽ നിന്ന് ചായ എടുത്തു. അല്ലി ആവട്ടെ ആദിയെ നോക്കിയത് പോലുമില്ല. അല്ലിയുടെ പിണക്കത്തിന്റെ കാരണം അറിയുന്നത് കൊണ്ട് ആദിക്ക് ചിരിയാണ് വന്നത്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അങ്കിൾ, രാവിലെ ഇറങ്ങിയതല്ലേ. ആദ്യ റൂമിലേക്ക് നടന്നു. പുറകെ അല്ലിയും. റൂമിലെത്തിയതും അല്ലി ആദിക്കുള്ള ഡ്രസ്സ് എടുത്തു കൊടുത്തു. അപ്പോഴും അവൾ ആദ്യം മുഖം ഉയർത്തി നോക്കിയിട്ടില്ലായിരുന്നു. ഡ്രസ്സ് കൊടുത്ത് തിരിഞ്ഞു നടന്നതും ആദ്യം അല്ലിയെ വലിച്ച് അവൻ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. അല്ലി കുതറി മാറാതെ അങ്ങനെ തന്നെ നിന്നു. സോറി, ആദി പറഞ്ഞു. അല്ലി അവന്റെ നേരെ മുഖം ഉയർത്തി നോക്കി. ഞാൻ ഭയന്നുപോയി. അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യം അവളുടെ മുഖം കയറുകൊണ്ട് പൊതിഞ്ഞെടുത്തു. അല്ലിയുടെ നിറകിൽ ആദിയുടെ അധരങ്ങൾ ചേർന്നു. സോറി, തിരക്കായിരുന്നു എന്ന് പറഞ്ഞ് എന്റെ മിസ്റ്റേക്ക് ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ഇനി എങ്ങനെ ഉണ്ടാവാതെ നോക്കണം, ആദി പറഞ്ഞു. പോയി കുളിച്ചിട്ട് വാ. എനിക്കുള്ള തന്നിരുന്നേ, വേഗം പോയിട്ട് വരാം. അല്ലി അവന്റെ നിറകിലെ നേർമയായിട്ടൊന്ന് മുക്തി. ഇതല്ല കൃതി, ആദി പറഞ്ഞു. പിന്നെ എന്താ? കുറെ നാളായി എന്തോ ഒന്ന് തരാന്ന് പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല എന്നെ, അത്. ആദ്യം അല്ലിയുടെ കാതോരം പറഞ്ഞു. അതെന്താണെന്ന് മനസ്സിലായതും അല്ലിയുടെ മുഖം ചുവന്നു. ഇപ്പൊ ഒന്നുമില്ല, സാറ് പോയിട്ട് വന്നേ. അവൾ അവനെ ബാത്റൂമിലേക്ക് ഉന്തി കയറ്റി. ഇപ്പൊ അല്ലെ പിന്നെ എപ്പോഴാ? ആദ്യം നിരാശയോടെ ചോദിച്ചു. നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോ. ആദ്യയുടെ മുഖത്ത് കള്ളത്തരം നിറഞ്ഞു. വീട്ടിലാവുമ്പോ അതിന് മാത്രം ഒതുങ്ങില്ല കൃതി. എന്നെ കൊതിപ്പിക്കുന്ന പലതും വേണമെന്ന് തോന്നും. അവൻ അവളെ ആകെ ഒന്ന് നോക്കി. എന്ത് വേണേലും തരാം, നമ്മള് മാത്രം ആവുമ്പോ, അല്ലിയും കള്ളച്ചിരിയോടെ പറഞ്ഞു. വാക്ക് പറഞ്ഞാ തെറ്റിക്കാൻ പാടില്ല കൃതി. തെറ്റിച്ചാൽ ശിക്ഷ കഠിനമാവും. ആണോ? അനുവാദം പോലും ചോദിക്കാതെ ആവും പിന്നെ ഞാൻ ഒക്കെ എടുക്കുന്നത്, അതും എനിക്കിഷ്ടമുള്ളതൊക്കെ, ആദ്യ പതിയെ അലിയുടെ കാതിലായി പറഞ്ഞു. കാതിലറിഞ്ഞ ആദ്യയുടെ വിശ്വാസത്തില് അലിയുടെ ശരീരം മുഴുവൻ വിറച്ചു. അവള് കണ്ണുകൾ ഇറുക്കി അടച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അധികം വൈകാതെ അവർ പോകാനായി ഇറങ്ങി. ആദിയുടെ ഒപ്പം ഫ്ലാറ്റിലേക്ക് കയറുമ്പോ അലിയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു തുടങ്ങിയിരുന്നു. ബാഗൊക്കെ റൂമിൽ വെച്ചിട്ട് അവള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കിച്ചണിൽ കൊണ്ടുവച്ചു. ആദ്യത്തെ ചായ വേണോ? അലി വിളിച്ചു ചോദിച്ചു. പെട്ടെന്ന് അലിയുടെ വയറിലോട്ട് രണ്ട് കൈകൾ ഇഴഞ്ഞു വന്നു. ചായ വേണ്ട, പക്ഷെ ഹോട്ടായിട്ട് വേറൊന്ന് കിട്ടിയ ഹാപ്പി ആയെന്ന് ആദ്യം അല്ലിയുടെ കാതോരം പറഞ്ഞു. അല്ലി പതുക്കെ തിരിഞ്ഞതും ആദ്യം അവളെ കിച്ചൺ ടോപ്പിലേക്ക് കയറ്റിയിരുത്തി. ആദ്യയുടെ നോട്ടം താങ്ങാനാവാതെ അല്ലി നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് നെറ്റിമുട്ടിച്ചു. I'm craving a kiss from you, Kriti. Madly, deeply and passionately. ആദ്യ അല്ലിയുടെ താടിയിൽ പയ്യെ പിടിച്ചുകൊണ്ട് മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ആദ്യയുടെ കണ്ണുകളിൽ നോക്കിയതും അല്ലി കണ്ണുകൾ ഇറുക്കി അടച്ചു. ഡോണ്ട് ക്ലോസ് യുവർ ഐസ്, കൃതി.
ആദ്യം അവളുടെ അടഞ്ഞ കണ്ണുകളിലേക്ക് പതുക്കിയെന്ന് ഊതിക്കൊണ്ട് പറഞ്ഞു. അലി പതുക്കെ കണ്ണുകൾ തുറന്നതും ആദിയുടെ കണ്ണുകൾ അവളുടെ അധരങ്ങളിലേക്ക് നീങ്ങു. പിന്നൊരു നിമിഷം പോലും പാഴാക്കാതെ അവനെ അധരങ്ങൾ ഉണങ്ങു. ശ്വാസം കിട്ടാതെ അലി പിടഞ്ഞപ്പോഴാണ് അവൻ ആ ചുണ്ടുകളെ വിട്ടത്. കിതച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു. എത്ര നാളായി പെണ്ണെ, കൊതിയായിട്ടാ, സോറി. ആദ്യം അവള് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. സോറി എന്തിനാ, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ ശ്വാസം കിട്ടാതായിട്ടില്ല ഞാൻ കുതിറിയത്. ശ്വാസം ഞാൻ തരുന്നുണ്ടായിരുന്നല്ലോ, ആദ്യ കള്ളച്ചിരിയോട് ചോദിച്ചു. പോ അവിടെന്ന്. അല്ലി ആദ്യയുടെ കയ്യിലേക്ക് പിച്ചു കൊടുത്തു. ഔ, ഈ നഖം വെട്ടിയിട്ടൊന്ന് റൂമിലേക്ക് വന്നാ മതി, അല്ലെങ്കിൽ എനിക്ക് പണിയാകും. നഖം ഒന്നും വെട്ടില്ല, സാറ് കുറച്ച് വേദനയൊക്കെ സഹിച്ചോ, അല്ലി കെറിവോടെ പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിലും എന്റെ കുഞ്ഞ് അനുഭവിക്കാൻ പോകുന്ന വേദനയ്ക്ക് മുന്നില് ഇതൊന്നും ഒന്നുമല്ല, അല്ലേ? ആദ്യം ചോദിച്ചതും അല്ലി ചമ്മലോടെ തിരിഞ്ഞു നിന്ന് കളഞ്ഞു. അതിവിടെ നിന്ന് ഫ്രഷ് ആവ്, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടാക്കട്ടെ, രാത്രി കഴിക്കാനുള്ളതാ. അവള് പണിയിലേക്ക് തിരിഞ്ഞു. ഞാൻ സഹായിക്കാം, ആദ്യം പറഞ്ഞു. അത് വേണ്ട, ഈ സഹായം ഞാൻ സ്വീകരിച്ചാ ചിലപ്പോ ഒരു പണിയും നടക്കില്ല. അല്ലി അവനെ ഓടിച്ചു. ആദ്യം ദയനീയമായി അല്ലിയെ നോക്കി. കുറെ നാള് കാണാതിരുന്നപ്പോ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു ഉദ്ദതി? ഞാൻ അടുത്ത് നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? അത് നിരാശയോടെ ചോദിച്ചു. ഈ ഡ്രാമബാസ് എന്ന് പറയുന്നത് ഇതിനെയാണ് അല്ലേ ആദ്യേട്ടാ? ഇതൊന്നും ഇവിടെ ഏൽക്കില്ല സാർ, സാർ പോവാൻ നോക്ക്. എന്തൊരു പാവായിരുന്ന ചെക്കനാ, ഇപ്പൊ സകല കള്ളത്തരവും കയ്യിലുണ്ട്. അല്ലി പിറുപിറുത്തു. നിന്റെ അടുത്ത് മാത്രമാണ് ഇങ്ങനെ. ആ പിന്നെയും അടുത്തേക്ക് വന്നവളെ ചുറ്റി പിടിച്ചു. എന്ന് സാരി എടുക്കാമോ ഗതി? സാരിയില് കാണാൻ കൊതിയായിട്ടാ, പ്ലീസ്, അവൻ ചോദിച്ചു. അല്ലെങ്കിൽ ചിരി വന്നു. പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട്, അത് റൂമിലെത്തുമ്പോ പറയാം, ആദ്യം പയ്യെ പറഞ്ഞു. അല്ലി തലയായിട്ട് സമ്മതിച്ചിരുന്നു. ആദ്യം അല്ലിയുടെ കവിളിൽ അമർത്തി ഒരു ഉമ്മ കൊടുത്തിട്ട് റൂമിലേക്ക് പോയി. ഈ ചെക്കൻ ഇങ്ങനെ കൊഞ്ചി പറഞ്ഞ എങ്ങനെ സമ്മതിക്കാതിരിക്കും? അല്ലി ചിരിയോടെ ഓർത്തു. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ആദ്യം വേഗം റൂമിലേക്ക് പോയി. അല്ലി കിച്ചൺ ഒതുക്കി റൂമിൽ ചെന്നതും ആദ്യം കണ്ടില്ല. ബാൽക്കണിയിലെ ഡോർ ഓപ്പൺ ആയി കിടന്നത് കണ്ടതും ആദ്യം അവിടെ ഉണ്ടാവുമെന്ന് അവൾക്ക് മനസ്സിലായി. ഷെൽഫ് തുറന്ന് നല്ലൊരു സാരി എടുത്ത് അവൾ അടുത്ത റൂമിലേക്ക് ചെന്നു. കുറച്ചു കഴിഞ്ഞ് റെഡി ആയിട്ടാണ് അല്ലി റൂമിലേക്ക് ചെന്നത്. അപ്പോഴും ആദ്യ ബാൽക്കണിയിൽ തന്നെയായിരുന്നു. അവിടേക്ക് നടന്നതും ഫോണിൽ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. ഓഫീസുകാരിയാണെന്ന് മനസ്സിലായതും അവൾ അവനെ വിളിക്കാതെ ബാൽക്കണിയിലെ കൈവരിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞതും ആദ്യം ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന അല്ലിയെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. ആദ്യയുടെ സംസാരം നിലച്ചത് കേട്ടെങ്കിലും അല്ലി അവനെ നോക്കിയതേ ഇല്ലായിരുന്നു. അവൻ അടുത്തേക്ക് വരുമെന്ന് അവൾക്കറിയാലോ. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആദ്യയുടെ കൈകൾ അവളുടെ ദേഹത്തോട് മെല്ലെ ഇഴഞ്ഞു വയറിലേക്ക് എത്തി നിശ്ചലമായി. ആ വിരലുകളുടെ തണുത്ത സ്പർശം തട്ടിയ നിമിഷം അല്ലി ഒന്ന് പിടഞ്ഞു. എന്നാൽ അവളുടെ ദേഹത്തെ ആ ഇളം ചൂട് അവനെ അവിടെ തന്നെ കൈകൾ ചേർത്ത് നിൽക്കാൻ പ്രേരിപ്പിച്ചു. ആ നിമിഷത്തിന്റെ മൃദുലതയിൽ ഇരുവരും കുറച്ചു നേരം നിശബ്ദരായി അലിഞ്ഞു ചേർന്നു. ആദിയുടെ മുഖം അല്ലിയുടെ ചെവിയരിയിൽ പതിഞ്ഞു. താങ്ക്സ്, ആദി പയ്യെ അല്ലിയോട് പറഞ്ഞു. അവനെ നേരെ തിരിച്ചു നിർത്തി. അല്ലി അടിമുടി ഒഴിഞ്ഞു നോക്കി. എന്ത് ഭംഗിയാണ് നഹൃതി, എനിക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട്, ആദി പറഞ്ഞു. അല്ലിയുടെ മുഖം ചുവന്നുപോയി. ചോര തൊട്ടെടുക്കാം ഇപ്പോ എന്റെ പെണ്ണിന്റെ മുഖത്ത് നിന്ന്. ആദി അല്ലിയുടെ മുഖം കൈകളിലെടുത്ത് നെറുകിലായി ചുണ്ടുകൾ അമർത്തി. ഈ മുടി ഇങ്ങനെ കെട്ടണ്ട, അഴിച്ചിടുന്നതാണ് ഭംഗി, അവൻ പറഞ്ഞുകൊണ്ട് കൈ നീട്ടി ആ കെട്ടിവെച്ച മുടി ആകെ അഴിച്ചുലച്ചു. കാറ്റിൽ അല്ലിയുടെ മുടി പറക്കാൻ തുടങ്ങിയതും അവളത് വെപ്രാളത്തോടെ ഒതുക്കി പിടിക്കാൻ നോക്കി. എന്തൊരു കാറ്റാണ്! വേണ്ട, അവൻ ആ കൈകളെ പിടിച്ചു വെച്ചു. അല്ലിങ്ങനെ പറഞ്ഞോട്ടെ, സമയമാകുമ്പോ കെട്ടിവെക്കാം. ആദ്യത്തെ മുഖം താഴ്ന്നു വന്നതും അല്ലി വേഗം തിരിഞ്ഞു നിന്ന് കളഞ്ഞു. മുഖം അല്ലിയുടെ മുടിക്കുള്ളിലേക്ക് പൂഴ്ത്തിയവൻ. മുടിക്ക് എന്തൊരു സ്മെല്ലാണ്, മുല്ലപ്പൂവിന്റെ. ആദ്യം ആ സ്മെല്ല് വലിച്ചെടുത്തു. അത്
രാവിലെ ചെറിയമ്മ പൂവ് ഇട്ട് തന്നിരുന്നു. അത് ചൂടിയിട്ടാ. അല്ലി പയ്യെ പറഞ്ഞു. ഇങ്ങനെ കൊതിപ്പിക്കുന്ന അറിയുന്നെങ്കിൽ നമ്മുടെ റൂം നിറച്ച് മുല്ലപ്പൂ ഇട്ടേനെ ഞാൻ. അപ്പോ മുടിയിൽ മാത്രം ആവില്ലല്ലോ, ഈ ദേഹം മുഴുവൻ. ആദ്യം പറഞ്ഞതോ അല്ല തിരിഞ്ഞ് അവന്റെ വായ പൊത്തി കളഞ്ഞു. അവന്റെ നെഞ്ചിലേക്ക് ചാരി നൽകി കിതച്ചു പോയിരുന്നു അവള്. ഞാനൊന്നും ചെയ്തില്ലല്ലോ പ്രതി. അതിനു മുൻപേ ഇങ്ങനെ ആയ ഞാൻ ചെയ്തു തുടങ്ങിയാലോ? അവൻ അവളുടെ കാതോരം പറഞ്ഞു. അലിയുടെ കണ്ണുകൾ ഇറുക്കി അടഞ്ഞു. കൈകൾ ആദ്യയുടെ ഷർട്ടിൽ മുറുകി. തന്റെ വാക്കുകൾ പോലും ആ പെണ്ണിലുണ്ടാക്കുന്ന മാറ്റം ആദ്യ ഒരു പുഞ്ചിരിയോടെ കണ്ടു നിന്നു. ആ പെണ്ണിന്റെ ഇത്തരം ഭാവങ്ങളൊക്കെ ഇനിയും കാണാൻ ഒരു കൊതി തോന്നി അവന്. പക്ഷേ അതിലും കൂടുതൽ അവളെ അറിയാനും കൊതി തോന്നി. അവൻ ആ പെണ്ണിനെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി. ചുവന്ന് തൊടുത്ത ആ മുഖം കൊതിയോടെ നോക്കി. അലിയുടെ അധരങ്ങളിലേക്ക് നോക്കി നിന്ന് ആദി പതിയെ അവളിലേക്ക് ചേർന്നു. കണ്ണുകൾ തമ്മിൽ കഥ പറഞ്ഞ ആ നിമിഷത്തിൽ അവന്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളെ മൃദുവായി തൊട്ടു. അവളെ മുഴുവനായി തന്നിലേക്ക് ചേർത്ത് പിടിക്കണമെന്ന് ആഗ്രഹം നിറഞ്ഞ ആ ചുംബനത്തിൽ അല്ലി പതിയെ അലിഞ്ഞുപോയി. ഓരോ നിമിഷം കഴിയുന്തോറും ആദിയുടെ അവളോടുള്ള ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ചാഞ്ഞപ്പോൾ ഒരു നിമിഷം മടിച്ചു നിന്ന അല്ലിയും ഒടുവിൽ അതേ തീവ്രതയോടെ അവന്റെ ചുംബനത്തിന് മറുപടി നൽകി. അവളുടെ ആ പ്രതികരണം ആദിയുടെ അവസാനത്തെ നിയന്ത്രണവും ഇല്ലാതാക്കി. അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഇരുവരുടെയും ഹൃദയമിടിപ്പുകൾ പോലും ആ നിശബ്ദത്തിൽ പരസ്പരം കേൾക്കാവുന്നത്ര അടുത്തായിരുന്നു. ആദിയുടെ കൈകൾ പതിയെ അല്ലിയുടെ ദേഹത്തിലൂടെ ഒഴുകി നീങ്ങിക്കൊണ്ടിരുന്നു. ഓരോ സ്പർശവും അവളിൽ പുതിയൊരു വിറയൽ നിർത്തി. സാരിയുടെ നേർത്ത വിടവുകളിലൂടെ അവന്റെ വിരലുകൾ വഴുതി ചെന്നപ്പോൾ ആ സ്പർശത്തെ തടയാനുള്ള കരുത്ത് പോലും അല്ലിക്ക് നഷ്ടമായിരുന്നു. അറിയാതെ തന്നെ അവൾ അവനെ കൂടുതൽ ഇറുകെ പുണർന്നു. ബാൽക്കണിയിലെ ആ തണുപ്പിൽ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേർ. അവസാനം ശ്വാസം മുട്ടിയപ്പോഴാണ് ആദ്യം അവളിൽ നിന്ന് അകത്ത് മാറിയത്. പക്ഷേ അഴിഞ്ഞുളഞ്ഞ സാരിയിൽ നിൽക്കുന്ന അല്ലിയെ കണ്ടതും കൊതിയോടെ അവളെ കൈകളിലെടുത്തവൻ റൂമിലേക്ക് നടന്നു. ബെഡ്റൂം ഡോർ കാലുകൊണ്ട് അടച്ചുകൊണ്ട് അല്ലിയെ ബെഡിലേക്ക് കിടത്തി. അവളിലേക്ക് പടർന്നു കയറിയ ആദിയെ ഒരു നിമിഷം പോലും തടയാൻ അല്ലിക്ക് കഴിഞ്ഞില്ല. അവനേക്കാളേറെ ആ നിമിഷം അല്ലിയും ആഗ്രഹിച്ചു പോയിരുന്നു. അവർ ഒളിച്ചു വെച്ചതെല്ലാം പരസ്പരം കണ്ണെടുക്കവേ രണ്ടുപേരും തളർന്നുപോയി. തളർന്നൊടുവിൽ അല്ലിയെ നെഞ്ചോട് ചേർത്ത് കിടക്കുമ്പോൾ ആദിക്കറിയായിരുന്നു ഈ നിമിഷം ഈ ലോകത്ത് ഏറ്റവും സന്തോഷവാൻ താനാണെന്ന്. അതിന് കാരണക്കാരി അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഈ പെണ്ണ്. നിറങ്ങളില്ലാതിരുന്ന ആദിയുടെ ജീവിതത്തിൽ നിറങ്ങളുമായി വന്ന അവന്റെ മാത്രം കൃതി.